Namaste, welcome back viewers, welcome back to my channel Vintrader. Intraday trading മാത്രമല്ല സ്കാൽപ്പിംഗ് സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് മിനിറ്റിലെ സപ്പോർട്ടാണ്. ഇന്നത്തെ ബജാജ് ഓട്ടോയിൽ 15 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡാണ്. ബജാജ് ഓട്ടോയിൽ 15 മിനിറ്റ്സ് എന്ന് പറയാൻ നമുക്ക് ഇൻട്രാഡേയും ചെയ്യാം, അതേപോലെ നമുക്ക് കണ്ടിന്യൂവേഷൻ മാർക്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് നല്ല റിട്ടേൺസ് എടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഡെയിലി ഇൻട്രാഡേക്ക് നോക്കുന്നൊരു സ്റ്റോക്കാണ് ബജാജ് ഓട്ടോ. അതേപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസിന് സ്വിംഗിലെ പെർഫോമൻസ് 4 ഹവറിൽ സ്വിംഗ് ട്രേഡിംഗ് ലോങ് ടേം പൊസിഷനിലേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ അഡാനി എൻ്റർപ്രൈസിൽ 8-4 ശേഷം വന്ന അപ് ട്രെൻഡിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 600 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. അപ്പം കഴിഞ്ഞ അപ്രോക്സിമേറ്റ് ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷം മാർക്ക് നല്ലൊരു ഡൗൺ ആയിരുന്നു. അത് 8th 4 ശേഷം നല്ലൊരു അപ് ട്രെൻഡ് പോയി, നല്ലൊരു ഹൈക്ക് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. അപ്പം ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തവർക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ബജാജ് ഓട്ടോയിൽ 15 മിനിറ്റ്സ് ഇൻട്രാഡേക്കും അതേപോലെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റിട്ടേൺസ് എടുക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോക്ക് ഇൻട്രാഡേക്ക് നമുക്ക് 5 മിനിറ്റ്സ് വിട്ട് ട്രേഡ് ചെയ്യാം. 15 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡ് കണ്ടിന്യൂവേഷൻ പോയ സമയത്ത് നമ്മുടെ സോഫ്റ്റിൽ കാണിച്ച പെർഫോമൻസ് ആണ്. ഇതിൽ ബജാജ് ഓട്ടോയിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ബൈസിക്കിൾ അപ്രോക്സിമേറ്റ് 20th വന്നതാണ്. അതിൽ 10:30 നമുക്ക് വന്ന സിക്കിൾ ഇന്നും മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ പോകുന്നു ഡയറക്റ്റ് ആയിട്ട്. ഇത് മാർക്കറ്റ് ക്ലോസിംഗ് ലെവലിൽ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയെങ്കിലും, ക്ലോസിംഗിൽ മാർക്കറ്റ് ഇറങ്ങാൻ നോക്കിയെങ്കിലും, പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ലാസ്റ്റ് തന്ന സിക്കിളാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും അതേപോലെ ടാർഗറ്റും. ഇപ്പോൾ നമുക്ക് സിക്കിളിൽ വരുമ്പോൾ നമുക്ക് കൺഫേം ചെക്ക് ചെയ്യണം. ഇപ്പം ഇവിടെ ബജാജ് ഓട്ടോയിൽ സിക്കിൾ വന്ന സമയത്ത് കറക്റ്റ് താഴെ ഗ്രീൻ ഉണ്ടായിരുന്നു. അവിടെ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് കയറിപ്പോയി. അവിടുന്ന് ഇപ്പോഴും ഇന്നും മാർക്കറ്റ് നല്ല കയറ്റമായിരുന്നു. ഇതിന് മുമ്പ് ഒരു സെല്ല് വന്നു, പക്ഷേ ആ സെല്ല് ക്ലോസിംഗ് ലെവലായിരുന്നു, അവിടെ ട്രേഡ് പറ്റില്ല. ബൈ വന്ന സമയത്ത് കൺഫേംഡ് ആയിരുന്നു, പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് വൈറ്റ് ആണ് കാണിച്ചത്. അപ്പോൾ ഒരു സിഗ്നൽ വന്ന് റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ലെവലായിട്ട് എക്സ്ട്രാ കളർ അവിടെ കാണിച്ചിട്ട് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. ഇതിന് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം മാർക്കറ്റ് ഡൗൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നമുക്കിപ്പോൾ മാർക്കറ്റ് ബൈ കയറിയത്. അതിന് മുമ്പ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബൈയും ഡൗണും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സ്റ്റോക്കാണ്. ഇതിന് മുമ്പും നല്ലൊരു അപ് ട്രെൻഡ് 2-3 ദിവസമൊക്കെ 15 മിനിറ്റ്സിൽ നമുക്ക് പോയി നമുക്ക് നല്ല റിട്ടേൺസ് എടുക്കാൻ സാധിച്ചൊരു സ്റ്റോക്കാണ് ബജാജ് ഓട്ടോ. സ്വിംഗ് ട്രേഡിങ്ങിലും ഇൻട്രാഡേ ട്രേഡിംഗ് ഈക്വലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പം ഇത് 2 ദിവസമായിട്ടും നമുക്ക് ഹോൾഡ് ചെയ്തവർക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് അലേർട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് മേളിലും താഴെയും കൊടുക്കും. കൺഫേം ആണെങ്കിൽ എടുക്കുക. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളറും താഴത്തെ ബാറും. ഇപ്പം ഇവിടെ രണ്ടാമത്തെ ക്യാൻഡിലാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. 2 ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം അവിടെ സിഗ്നൽ വന്ന സമയത്ത് തന്നെ താഴെ ഗ്രീൻ ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ഒരുമിച്ച് കട്ട് ചെയ്ത് അവിടെ കറക്റ്റായിട്ട് എടുക്കാം. കറക്റ്റ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അവിടെ നിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. അവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കും. നല്ല ട്രേഡാണ്. അതേപോലെ അഡാനി എൻ്റർപ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ലാസ്റ്റ് നമുക്ക് സിഗ്നൽ കിട്ടിയത് നമുക്ക് 8th 4 അപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് തന്നെ കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്തപ്പോഴാണ് അവിടെ പെട്ടെന്നൊരു ഹൈക്ക് അടിച്ച് കയറുമായിരുന്നു. അവിടുന്ന് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കയറുമായിരുന്നു. അപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് തന്നെ താഴെ ഗ്രീനിലേക്ക് കൺവേർട്ട് ആയിരുന്നു. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ വന്നെങ്കിലും താഴെ ഗ്രീൻ ആയിരുന്നില്ല. താഴെ ഗ്രീൻ വന്ന സമയത്ത് 2 ക്യാൻഡിൽ കഴിഞ്ഞ് പിന്നെ ഒരു പുൾ ബാക്കിൽ നിന്നാണ് പിന്നെ മാർക്കറ്റ് ട്രേഡ് പോയിരിക്കുന്നത്. അവിടെ നല്ലൊരു ഹൈക്കുണ്ട്. അവിടുത്തെ മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു ഹോൾഡിങ് ചെയ്ത് വെച്ചവർക്ക് നല്ല റിട്ടേൺസ് നമുക്ക് എടുക്കാൻ സാധിച്ച സ്റ്റോക്കാണ്. ഇതിൽ നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങാൻ നോക്കിയിട്ട് പിന്നെയും ലാസ്റ്റ് കയറിപ്പോയി. ഇത് 1 ഹവറിൽ ഞാൻ കാണിച്ച ലാസ്റ്റ് പെർഫോമൻസ് 1 ഹവറിൻ്റെ നമുക്ക് ഇടയ്ക്കൊരു ഡൗൺ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. 13th 8 ശേഷം 13th 5 ശേഷം നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്ത ചെറുക്കൊക്കെ നമുക്ക് 206 പോയിന്റ്സ് ഉള്ള അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഇതിനകത്ത് സൈഡ് വേസ് കാണിച്ചത്. ഇപ്പോൾ ഇന്നത്തെ 1 ഹവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ ഹോൾഡ് ചെയ്യും. 30th 5 ശേഷം നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടിയിരുന്നു. 2489 ബൈ തന്നതാണ്. അവിടെ 4 ഹവറിൽ കറക്റ്റായിട്ട് ഇത് പുതിയ സിഗ്നൽ തന്നിട്ടില്ല. അത് കറക്റ്റായിട്ട് ഇത് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ എടുക്കാത്തവർക്ക് ലാസ്റ്റ് കിട്ടിയ ട്രേഡും നല്ലൊരു സക്സസ് ആയിരുന്നു. നല്ല രീതിയിൽ നമ്മുടെ സോഫ്റ്റ് കറക്റ്റ് ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. സൈഡ് വേസ് എക്സിറ്റ് ലെവലിൽ നമുക്ക് എക്സ്ട്രാ കളർ വഴി കാണിച്ചു തരും. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.